ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി എന്ന വാർത്ത വരുന്നു. മുതിർന്ന കമാൻഡർമാരെ വധിച്ചുവെന്ന് ഇസ്രായേൽ ഇപ്പോൾ അറിയിക്കുന്നു. ഏറ്റവും പുതിയ വാർ അപ്ഡേറ്റുകൾ. ലെബനൻ ജനതയ്ക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് വരുന്നു. ഒഴിഞ്ഞു പോകാൻ പൗരന്മാർക്ക് നിർദ്ദേശം. വിനീത വേണു, നേരത്തെ പലസ്തീനുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ ഇടയ്ക്ക് ലെബനനെ ഒന്ന് കണ്ണുവെച്ചതാണ് ഇസ്രായേൽ. അന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ശക്തമായ ആക്രമണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലെബനൻ ഹിസ്ബുള്ളയെ തള്ളിപ്പറഞ്ഞെങ്കിലും ഇസ്രായേൽ ലെബനിലേക്ക് ആക്രമണം നടത്താൻ പോകുന്നു എന്ന വിവരമാണോ വരുന്നത്? അപ്പോൾ ലെബനനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ച് വീണ്ടും ടെൻഷനും സ്ട്രെസ്സും കൂട്ടും. ലെബനാണെങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ളയെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. പണ്ടത്തെ ലെബനനല്ല ഇപ്പോഴത്തെ ലെബനൻ. വിനീത വേണു. ഡോക്ടർ അരുൺ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്ന വിവരം. അതായത് ആദ്യഘട്ടത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടി നൽകുന്നു. അത് ബെയ്റൂത്തിൽ ഉൾപ്പെടെ തുടർച്ചയായ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇപ്പോൾ മുതിർന്ന കമാൻഡർമാരെ വധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രാമങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൗരന്മാരോട് ഒഴിഞ്ഞു പോകണം, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറൂ എന്ന് തെക്കൻ ലെബനനിലെ വില്ലേജുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് നിർദ്ദേശം നൽകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി വരികയാണ്. അതായത് ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ വീണ്ടും ഒരുങ്ങുന്നു എന്നതാണ്. ഇറാന് പിന്തുണയുമായി തെക്കൻ ലെബനനിൽ ഉൾപ്പെടെ ഹിസ്ബുള്ള സ്വന്തം നിലയ്ക്ക് ഈ രീതിയിൽ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തിരിച്ചടിയും മുന്നറിയിപ്പും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ലെബനൻ ഭരണകൂടം ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല. ലെബനീസ് പ്രധാനമന്ത്രി തന്നെ ഇസ്രായേലിന് മേലുള്ള ഹിസ്ബുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത് നിരുത്തരവാദിത്വപരമാണെന്നാണ് നേരത്തെ തന്നെ പ്രതികരിച്ചത്. ആക്രമണം തുടരാൻ ഇസ്രായേലിന് കാരണങ്ങൾ നൽകരുതെന്ന് പറയുന്നു. അപ്പോൾ സംഘർഷം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുക. ഇറാനിൽ, ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടക്കുന്നു. മധ്യ ഇറാനിലും പടിഞ്ഞാറൻ ഇറാനിലും തെക്കൻ ഇറാനിലും ഒരേ സമയം ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിസ്ബുള്ളയുടെ തലവന്മാർ താമസിക്കുന്ന ഇടങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട മതപഠനശാലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും നിർണായക അപ്ഡേറ്റ്. പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇത്തരത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന വിഘടന സംഘടനകളുടെ എല്ലാം അവരെയും കൂടി തകർക്കുക എന്നതുകൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഡോക്ടർ അരുൺ.